ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ പേർഷ്യൻ ക്യാറ്റുകളുടെ വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളുടെ പേർഷ്യൻ ക്യാറ്റാണ് ഇത്. നമ്മുടെ മെയിൽ കിറ്റാണ്. ഒരെണ്ണം കിറ്റെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 6-7 മാസത്തോളമായി. അപ്പോൾ ഇന്ന് അവരുടെ വിശേഷങ്ങളെല്ലാമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് നാളായി, അല്ലേ, 2 ആഴ്ചക്കുള്ളിലായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. കുറച്ച് തിരക്കിലൊക്കെ ആയി പോയാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് അവർക്കുടെ വിശേഷങ്ങളാണ്. ഇപ്പോൾ പേർഷ്യൻ ക്യാറ്റിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇക്കടെ ഭംഗിയുള്ള ഹെയറാണ്. പക്ഷേ ആ ഹെയർ അവർക്കും ഒരു ശല്യമാണ്, വളർത്തുന്ന നമുക്കും ചില നേരത്ത് ശല്യമാകും. കാരണം ഡെയിലി ഹെയർ ഈരി കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇത് ജട പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇച്ചിരി സീനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു അടിപൊളി പണി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ മെയിൻ്റനൻസ് കുറയ്ക്കാൻ വേണ്ടി, ക്യാറ്റ്സിൻ്റെ മെയിൻ്റനൻസ് കുറയ്ക്കാൻ വേണ്ടി. നമ്മൾ ഹെയർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫംഗൽ വരാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഹെയർ നമ്മൾ ട്രിം ചെയ്തേക്കുവാണ്. അപ്പോൾ അത് ആ വീഡിയോ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡെയിലി ഹെയർ കോംബ് ചെയ്യുന്ന ആ പരിപാടി നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി നമുക്ക് ആ കണ്ണും ഇയറും മാത്രം ക്ലീൻ ചെയ്താൽ മതിയാവും. അപ്പോൾ അവർക്കാണെങ്കിലും മറ്റേ ഈ നമുക്ക് മുറ്റത്തൊക്കെ അയച്ചുവിട്ടാൽ തന്നെ ചെള്ള് കയറണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് കുളിപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവർ നടന്നോളും. പിന്നെ നമുക്ക് അവർക്കടെ ഒറിജിനൽ കോലവും കാണാൻ പറ്റും. അതായത് വണ്ണം വെച്ചിരിക്കുകയാണോ, ഭയങ്കര ക്ഷീണമാണോ എന്നൊക്കെ കാണാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ആ ഹെയർ. നല്ലോണം ഹെയറുള്ള ക്യാറ്റാണ് ഈ കാണുന്നത്. അവൻ്റെ ഇപ്പം ഞാൻ വെട്ടിയതിൻ്റെ ഞാൻ സ്വന്തമായിട്ട് ട്രിമ്മർ വെച്ച് വെട്ടിയതുകൊണ്ടാണ് മേത്ത് കത്രികപ്പാടൊക്കെ പോലെ പാടുകൾ കണ്ടത്. അത് അങ്ങനെ നമുക്ക് ഇതിനൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ആണ് അതിൻ്റെ പാടുകളെല്ലാം വന്നത്. ഇനി അവനെ കുളിപ്പിച്ച് വേണം. പിന്നെ ഇരിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹെയർ ആയിക്കോളും, അതുകൊണ്ട് പേടിക്കാനില്ല. നമുക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ്. നമ്മളുടെ ഇപ്പോൾ നമ്മളെ ക്യാറ്റ്സുകളെ എല്ലാത്തിനും നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് വിചാരിച്ചാൽ ആരും ഫ്രീ അഡോപ്ഷൻ ആണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പേർഷ്യൻ ക്യാറ്റിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്കുടെ ഫുഡിൻ്റെയും വൈറ്റമിൻസിൻ്റെ എല്ലാം കോസ്റ്റ്. അപ്പോൾ ആരും ഫ്രീ അഡോപ്ഷൻ ചോദിച്ചു വരരുത്. ഇവരെല്ലാം എക്സ്ട്രീം കാറ്റഗറി വരുന്ന ക്യാറ്റാണ്. മെയിൽ കിറ്റണുണ്ട്, ഫീമെയിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 4 ക്യാറ്റ്സാണ് ഉള്ളത്. അപ്പോൾ ബൾക്ക് സെയിലാണല്ലോ, നമ്മൾ ഒരു 5 രൂപ വെച്ച് ആണ് ബൾക്ക് സെയിലിന് എല്ലാവരെയും അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ്, അതായത് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ 0 ഹെയർ വെട്ടിയിട്ട് അത് ഇത്രയും വളർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഹെയർ ക്വാളിറ്റിയുള്ള ക്യാറ്റ്സ് തന്നെയാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ കൊടുത്തൊഴിവാക്കുവാണ്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.